നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 8ാം ഭാവമായിരുന്നല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 8ാം ഭാവത്തിൽ രന്ധ്രഭാവം അഥവാ ആയുർഭാവത്തിൽ സൂര്യൻ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആയുർഭാവം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആയുസ്, പാരമ്പര്യ സ്വത്ത്, ഗവേഷണം, അതുപോലെ തന്നെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, സഡൻ ചേഞ്ചസ് എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം സൂര്യൻ എന്ന് പറയുന്നത് പൊതുവെ ലഗ്നത്തിൻ്റെ കാരകനാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിൻ്റെ കാരകനായിട്ടുള്ള ശനിയുടെ ശത്രുവും കൂടിയാണ്. അതോടൊപ്പം പിതൃകാരകനാണ്. 9ാം ഭാവത്തിൻ്റെ ഒരു കാരകനും കൂടിയാണ്. 9ാം ഭാവത്തിൽ ഒരു വിഷയത്തിന് രവി സൂചിപ്പിക്കുന്ന അച്ഛൻ്റെ 9ാം ഭാവത്തിൻ്റെ ഒരു കാരകൻ. അതോടൊപ്പം തന്നെ നിസർഗ 5ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ്. നിസർഗ 5ാം ഭാവം എന്ന് പറയുന്നത് ചിങ്ങമാണ്. അപ്പം അതിൻ്റെ അധിപനും കൂടിയാണ് 8ലേക്ക് പോകുന്നത്. അപ്പം വെളിച്ചത്തെ സൂചിപ്പിക്കുന്ന സൂര്യൻ ഇരുട്ടിൻ്റെയും നിഗൂഢതയുടെയും ഭാവമായിരിക്കുന്ന 8ാം ഭാവത്തിൽ പോയാൽ ഉണ്ടാവുന്ന സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് വെക്കുന്നത്. 27 നക്ഷത്രങ്ങളിൽ സൂര്യൻ ഓരോ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ വ്യത്യസ്ത ഫലമായി 8ാം ഭാവത്തിൽ. അതൊരു വലിയ റിസർച്ചായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എന്നിരുന്നാൽ പോലും കുറച്ച് പോസിറ്റീവായിട്ടുള്ള എനിക്കറിയാവുന്ന, വളരെ അടുത്തറിയാവുന്ന ചിലരുടെ ജാതകത്തിൽ 8ലെ രവിയാണ്. ഞാൻ കളിയാക്കാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറയും 8ലെ രവിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ശിഷ്യരായിട്ടുള്ളവർ, എൻ്റെ ഗുരുവായിട്ടുള്ള ആൾ, പല ആൾക്കാർക്കും 8ൽ രവിയുണ്ട്. അപ്പം 8ൽ രവിയിൽ ഞാൻ അവരിൽ നിരീക്ഷിച്ച കുറച്ചൊരു 10-30ഓളം ജാതകങ്ങൾ എനിക്കറിയാവുന്ന 8ൽ രവിക്കാരെ ഞാൻ അവരിൽ നിരീക്ഷിച്ച നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ബാഡ് എഫക്റ്റും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുണകരമായിട്ടുള്ള എഫക്റ്റ്, ഗുഡ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. നിഗൂഢ ശാസ്ത്രങ്ങളിലെ നൈപുണ്യമാണ്. ബലവാനായ ഒരു രവി അഷ്ടമത്തിൽ നിന്നാൽ തന്ത്രശാസ്ത്രം, ജ്യോതിഷം, മന്ത്രവാദം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് നിഗൂഢ ശാസ്ത്രമായിട്ടുള്ള ഒക്കൾട്ട് സയൻസിലൊക്കെ നല്ല താല്പര്യമായിരിക്കും ഇവർക്ക്. അതിൽ അഗാധമായ താല്പര്യം മാത്രമല്ല, അഗാധമായിട്ടുള്ള അറിവുകൾ ഉണ്ടാവും നിഗൂഢമായിട്ടുള്ള മിക്ക കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഒരു വിഷയത്തിൻ്റെ ചുരുളഴിച്ചെടുക്കാൻ, മറ്റുള്ളവരുടെ അടുത്ത് അത് ചോദിച്ച് മനസ്സിലാക്കാൻ, അവരുടെ ഇടയിലേക്ക് നിൽക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർക്ക് നല്ല താല്പര്യമായിരിക്കും. നിരന്തരമായിട്ടുള്ള ഉപാസനകൾക്കും ആത്മീയ കാര്യങ്ങൾക്കും അത് നിലനിർത്തിക്കൊണ്ട് പോവാനും അതിനൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും ഒക്കെ രവി അഷ്ടമത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നെഗറ്റീവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് വേണം അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് മികച്ച ഗവേഷണ സാമർഥ്യമാണ്. ഈ 8ലെ രവിയുള്ളവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ മിനിമം ഗോസിപ്പിലെങ്കിലും അവർക്കൊരു ഗവേഷണ കഴിവുണ്ടാവും. നല്ല കാര്യങ്ങൾ മുതൽ സ്പിരിച്വാലിറ്റിയിലുണ്ടാവും, ജ്യോതിഷത്തിലുണ്ടാവും, അങ്ങനെ നിരവധി വിഷയങ്ങൾക്ക് അവർക്കൊരു ഗവേഷണ കഴിവ് ഉണ്ടാവും. അപ്പോൾ ഏത് വിഷയത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപാട് ഗവേഷകരെ, റിസർച്ചേഴ്സിൻ്റെ ജാതകത്തിലും റാങ്ക് ഹോൾഡേഴ്സിന് പല വിഷയങ്ങളിലും റാങ്ക് കിട്ടുന്ന, ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ചില ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള പല ആചാര്യന്മാരുടെയും, ഗെയിം ചേഞ്ചേഴ്സായിട്ടുള്ള പല ആചാര്യന്മാരുടെയും ജാതകത്തിലൊക്കെ അഷ്ടമത്തിലെ രവി ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനലാഭം ഇവർക്കുണ്ടാവാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പാരമ്പര്യ സ്വത്ത്, ഇൻഷുറൻസ്, ലോട്ടറി, അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ലഭിക്കുന്ന ധനം, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ സുഹൃത്തു തുല്യരായിട്ടുള്ള ആളുകളിൽ നിന്നോ പെട്ടെന്ന് കിട്ടുന്ന ഒരു സഹായം എന്നിവയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള എന്നിവ തുടങ്ങിയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കൊരു സാധ്യത വരികയും, അല്ലെങ്കിൽ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ഇവരെ സഹായിക്കാൻ ആരെങ്കിലും ഒരു വെളിച്ചം
ഇരുട്ടിലിരിക്കുന്ന സൂര്യനെ ഒരു വെളിച്ചം പോലെ ആരെങ്കിലും വന്ന് സഹായിക്കുന്നതായിട്ടും ഇവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും ഉണ്ട്. ഒരു സ്റ്റക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഗുണാനുഭവം ഇവർക്ക് വന്നു ചേരും, ഒരു സഹായം വന്നു ചേരുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് 8th ഹൗസ് സണ്ണിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഒരുപാട് അസ്ട്രോളജേഴ്സ് ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ. പല ആൾക്കാരും ഇത് പറയുന്നുണ്ട്. ഡേവിഡ് ഫ്രോളിയുടെ, അതുപോലെ തന്നെ സ്റ്റീഫൻ ഫോറസ്റ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല അസ്ട്രോളജേഴ്സിൻ്റെയും ബുക്കുകളിൽ ഈ 8th ഹൗസ് സൺ, കെ.എൻ. റാവു സാറിൻ്റെ, അങ്ങനെ ഒരുപാട് പേരുടെ ബുക്കിനകത്ത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളോ മറ്റോ വന്ന ശേഷം വളരെ വേഗം ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ഇവർക്കുണ്ടാവുകയും ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിലൂടെ ഇവർ സഞ്ചരിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരും, ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത് തളർന്നിരുന്നിട്ട് ഇവർ ആത്മീയമായിട്ടുള്ളൊരു ഉണർവുണ്ടായി വലിയൊരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ബാഡ് എഫക്റ്റുകൾ പറയാം, നമുക്കതും കൂടെ നോക്കണമല്ലോ. പിതൃദോഷമാണ്, അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ചിലപ്പം കുറയാനുള്ള സാധ്യതകൾ, പിതാവും നിങ്ങളും തമ്മിലുള്ള ചിന്താധാരകളിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പിതാവ് പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലേക്ക് നിങ്ങളോ നിങ്ങളുടെ ഒരു വളർച്ചയിൽ പിതാവിനെ സപ്പോർട്ട് ചെയ്യാൻ വരാതെയോ ഒക്കെ വന്നിട്ടൊരു ഗ്യാപ്പ്, നിങ്ങളെ കൊണ്ട് പിതാവിനെ കൊണ്ട് നിങ്ങൾക്കോ ഒരു ദുഃഖം, ഒരു സങ്കടം, അത് പല രീതിയിൽ വരാം. ഓരോരുത്തരുടെ സുഹൃതം അനുസരിച്ചാണ് അത് പല രീതിയിൽ വരാം. അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിതൃകാരകനായ ഗ്രഹം പിതൃഭാവത്തിൻ്റെ 12 8 നിൽക്കുക. ഇപ്പം ഈ 8ാം ഭാവം എന്ന് പറയുന്നത് പരാശരൻ്റെ പക്ഷത്തിലാണെന്നുണ്ടെങ്കിൽ 10 പിതാവിനെ ചിന്തിക്കുന്നത്. പൊതുവേ എല്ലാവരും 9ാം ഭാവമാണ് എടുക്കുന്നത്. വരാഹമിഹിരനും അതുപോലെ തന്നെ മറ്റ് പല ആചാര്യന്മാരും ഒരേപോലെ 9ാം ഭാവമാണ് പിതൃഭാവമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ 12 8 രവി വരുമ്പം അച്ഛനുമായി എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയോ, അല്ലെങ്കിൽ അച്ഛൻ നിമിത്തം നിങ്ങൾക്കോ നിങ്ങൾ നിമിത്തം അച്ഛനോ ഒക്കെ ഒരു സങ്കടം, ഒരു ദുഃഖം, ഒരു പൊരുത്തമില്ലായ്മ, അതൊക്കെ നിങ്ങളുടെ സുഹൃത്തമനുസരിച്ച് അത് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. വ്യാഴദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ കുറയും. പക്ഷേ എന്നാലും വ്യാഴദൃഷ്ടിയൊന്നും ഇല്ലാതെ രവി ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പാപഗ്രഹങ്ങളുടെ ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ദുഃഖം ഉണ്ടാക്കും എന്നുള്ളതാണ്. അച്ഛനിൽ നിന്നും ഒരു സപ്പോർട്ടോ, ഇത് കണ്ണീര് നിങ്ങൾക്ക് വീഴും എന്നുള്ളതാണ്. അല്ല, നിങ്ങളിൽ നിന്ന് കണ്ണീര് അച്ഛന് ഉണ്ടാവും എന്നുള്ളതാണ്. കണ്ണീരുണ്ടാവേണ്ട സാഹചര്യങ്ങളുണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തത് 8th ഹൗസ് സൺ എന്ന് പറയുന്നത് ജീവശക്തിയായിട്ടുള്ള, ജീവൻ്റെ കാരകനായിരിക്കുന്ന സൂര്യൻ 8 നിൽക്കുന്നത് നേത്രരോഗം, ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഉദര രോഗങ്ങൾ, അസ്ഥിക്കുണ്ടാവുന്ന ബലക്കുറവ്, അസ്ഥി നിമിത്തമുണ്ടാവുന്ന അസുഖങ്ങൾ, പെട്ടെന്ന് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത അസുഖങ്ങൾ, മുകളിലത്തെ ദന്തനിരകൾക്കുണ്ടാവുന്ന അസുഖങ്ങൾ, ഈ കയ്യുടെ ഈ ഭാഗം, ഈ അനങ്ങാത്ത ചില ഭാഗങ്ങളുണ്ട്, ഈ ജോയിൻറ്റ്സ് അല്ലാതെ ഈ ജോയിൻറ്റുകളുടെ ഇടയിലുള്ള ഈ എല്ലിൻ്റെ ഭാഗം, അത് നട്ടെല്ലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഭാഗവുമായിക്കോട്ടെ, ആ ജോയിൻറ്റുകളുടെ ഇടയിലുള്ള ആ സ്ട്രോങ് ആയിട്ടുള്ള എല്ലിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പൊതുവേ എല്ലിൻ്റെ അസുഖങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. കാൽഷ്യത്തിൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, ഇതൊക്കെ കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നുണ്ടാവാൻ സാധ്യതയുള്ളത് 8th ഹൗസിൽ നിൽക്കുന്ന രവി എന്ന് പറയുന്നത് അധികാരികളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സർക്കാർ, മേലധികാരികൾ എന്നിവരിൽ നിന്നും തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും പെട്ടെന്നുണ്ടാവുന്ന വീഴ്ചകൾ, അല്ലെങ്കിൽ തങ്ങളെക്കാട്ടിലും ജൂനിയറായിട്ടുള്ളവർ പെട്ടെന്ന് സീനിയർ ആവുക, ഇടയ്ക്കൊരു ഗ്യാപ്പ് വരിക, അസുഖമൊക്കെ വന്ന് ചിലപ്പം ജോലിക്ക് പോകാൻ പറ്റാതാവുക, അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള അപവാദങ്ങൾക്കോ
ജോലിയിൽ സങ്കടങ്ങളുണ്ടാവുന്ന എല്ലാവരും നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും, 8th ഹൗസ് രവി അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്താലും ആ ഒരു നിങ്ങളുടെ ആ ഒരു പ്രഭ ചുറ്റുമുള്ളവർ 8-ലായതുകൊണ്ട്, നിഗൂഢ രാശിയിലായതുകൊണ്ട് നിങ്ങളുടെ നിഗൂഢതകളെക്കുറിച്ച് അവരിങ്ങനെ അപവാദം പറയും. ഇന്നത്തെ കാലത്ത് നിഗൂഢതകളെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ അത്രയും ക്വാളിറ്റിയുള്ള ഒരു ജനവിഭാഗമൊന്നും ഇല്ലല്ലോ. ഇൻ്റലക്ച്വലി ഹൈ ആണെങ്കിലും ജ്ഞാനം ബേസ്, മനുഷ്യത്വം ബേസ് ആ റേഞ്ചിലേക്ക് വരുന്നത് കുറവല്ലേ. അപ്പം കാരണമായിട്ടുള്ള അപവാദങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. ആ നിമിത്തം ഉണ്ടാകുന്ന വിഷമങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് ഈഗോയും ആത്മവിശ്വാസക്കുറവുമാണ്. ചില സമയങ്ങളിൽ സ്വന്തം ആത്മാഭിമാനത്തിന് വ്രണമേൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇവർ പ്രതികരിക്കുന്ന രീതി വളരെ വലുതാണ്. നല്ല രീതിയിൽ ആ വ്രണമേൽറ്റാൽ ശക്തമായ വേദനകൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകാരണത്താൽ അനാവശ്യമായ ഭയം, ഓവർ തിങ്കിങ്, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ ഉണ്ടാവാവുന്ന വിഷയങ്ങൾ, ഈ കംഫർട്ട് സോൺ നിലനിർത്തി പോവാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അനവധി അലയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. 8ലെ രവിക്ക് കംഫർട്ട് സോൺ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 4ൻ്റെ 5-ാം ഭാവമാണ് 8 എന്നുള്ളത് കൊണ്ട് തന്നെ കംഫർട്ട് സോൺ 4ൻ്റെ 5 8-ൽ രവി നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കണ്ടമാനം ശ്രമിക്കുന്നതിനനുസരിച്ച് ഒരുപാട് പേരുടെ ശത്രുതകൾ, ഒരുപാട് പേരുടെ വേദനകൾ, ഒരുപാട് തിരിച്ചടികൾ, ഒരുപാട് സാമ്പത്തിക നഷ്ടം എന്നിവ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ കംഫർട്ട് സോൺ പാടില്ല എന്നുള്ളത് തന്നെയാണ്. 8ലെ രവിക്കാർക്ക് അവരുടെ കഴിവ് നശിപ്പിക്കുന്നതും സൂക്ഷിക്കാൻ കയറിയിരിക്കുമ്പോൾ ഒന്നിനെ അംഗീകരിക്കുക. ഞാൻ നോക്കിക്കോളാം, കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം, പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിലെങ്കിലും അതുണ്ടാവും എന്നുള്ളതാണ്. ഈ 8th ഹൗസ് രവിയുടെ ഒരു ട്രേഡ് മാർക്ക് ഞാൻ പറയാം. അമിതമായിട്ട് ഈഗോ കാരണം വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീഴാനുള്ള കാരണമാവും എന്നുള്ളതാണ്. കടുത്ത ഈഗോ ആയിരിക്കും 8ലെ രവി എന്ന് പറയുന്നത്. ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഞാൻ പലരെയും കളിയാക്കാറുണ്ട്, അധികമൊന്നും മിണ്ടണ്ട 8ലെ രവിയാന്ന്. അപ്പം 8ലെ രവി ഉള്ളവരോട് സൂക്ഷിച്ച് വേണം അസ്ഥാനത്ത് എന്തെങ്കിലും പറയാൻ. കാരണം അത് വല്ലാതെ വേദന ഉണ്ടാക്കും. അവരുടെ പ്രതികരണം ചിലപ്പോൾ നമുക്കും വല്ലാണ്ട് വേദന ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാതെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ വലിയ കുഴപ്പമില്ലാതെ പോകും. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഈ 8ലെ രവിക്ക് ശിവസാധന ഉണ്ടെങ്കിൽ, ഈശ്വരോപാസനയൊക്കെ ഉണ്ടെങ്കിൽ, അർജുനനെ തൻ്റെ അഹങ്കാരം ഏതുപോലെയാണോ കിരാതവേഷത്തിൽ വന്ന അർക്കൻ, അതായത് സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്ന ശംഭുവാണ് ഭഗവാൻ മഹാദേവൻ, ഏതുപോലെയാണോ കിരാതവേഷത്തിൽ വന്ന് അർജുനൻ്റെ ഈഗോ ഒടിച്ച് 8ആയിട്ടൊടിച്ച് കളഞ്ഞത്, അതുപോലെ ഭഗവാൻ തന്നെ മാറ്റിയെടുത്തോളും, നിങ്ങളെ റിഫൈൻ ചെയ്തെടുത്തോളും. അതിന് 8-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ദോഷം കുറയ്ക്കാൻ, ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനും നിത്യേന ആദിത്യഹൃദയം ജീവിക്കുന്നത് നല്ലതാണ്. സൂര്യൻ്റെ ആ അഷ്ടമത്തിലെ കാർമിക് ഡെപ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് ശിവന് കൂവളത്തില കൊണ്ടുള്ള അർച്ചനയും ജലധാരയും നടത്തുന്നത് വളരെ വിശേഷമാണ്. സൂര്യൻ 8-ാം ഭാവത്തിൽ ഏത് രാശിയിലാണോ, ഉച്ചം, നീചം, സുക്ഷേത്രം, ചതുർക്ഷേത്രം, സമക്ഷേത്രം, അല്ലെങ്കിൽ ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണ്ട ദേവതകളെ കണ്ടെത്തി അതിനു വേണ്ട പരിഹാരങ്ങളും ചെയ്തു കൊടുക്കുക. പ്രധാനമായിട്ടും സൂര്യൻ കൊണ്ട് ചിന്തിക്കുന്നത് മഹാദേവനെയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ചില ഗ്രന്ഥങ്ങളിൽ സൂര്യനെ കൊണ്ട് ശ്രീരാമനെയും ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രവി ആ രാജകീയതയായിരിക്കും, ക്ഷത്രിയത്വം ആയിരിക്കും, രവിയുടെ ആ രാജകീയതയായിരിക്കും അതുകൊണ്ട് ചിന്തിക്കുന്നത്. പ്രധാനമായിട്ടും അർക്കശംഭുരുദാകൃതോ അഖില ഗൃഹേഷു അർക്കോ ഒരു പ്രമാണമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമാർഗത്തിലെ 15-ാം അധ്യായത്തിലും ദേവതാനിർണയം എന്ന് പറയുന്ന ഭാഗത്ത്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ, ദേവപ്രശ്നത്തിൻ്റെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും എനിക്ക് തോന്നുന്നു തുലാം രാശി നിൽക്കുന്ന രവി മാത്രമാണ്
ഭദ്രകാളിയും അതുപോലെ തന്നെ ദ്രേക്കാണ അടിസ്ഥാനത്തിൽ പ്രഥമ ദ്രേക്കാണത്തിൽ നിൽക്കുമ്പോഴും രണ്ടാമത്തെ ദ്രേക്കാണത്തിൽ നിൽക്കുമ്പോഴും ഗുഹനും ഗണപതിയും ഒക്കെ ആയിട്ട് വരും ജലരാശിയിലും ഉപരാശിയിലൊക്കെ. അപ്പം ദ്വന്ദ്വേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പ്രമാണങ്ങളുണ്ട്. അത് കൂടുതൽ നമുക്ക് പിന്നൊരു സമയത്ത് പറയാം. അപ്പോൾ അത് ആരുടെ അടുത്തെങ്കിലും ചോദിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. പ്രധാനമായിട്ടും മഹാദേവൻ തന്നെയാണ്. ഭഗവാനെ ആശ്രയിച്ചോളൂ. ശിവൻ ഏത് രാശി, രവി ഏത് രാശി നിന്നാലും മഹാദേവൻ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നതായിരിക്കും 8ലെ ദോഷം കുറയ്ക്കാൻ ഏറ്റവും നല്ലത്. ഇനിയും 8th ഹൗസ് രവിയുടെ പാസ്റ്റ് ലൈഫ് കർമ്മയും കാർമിക് ഡെപ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.